പോന്നിപ്പോ? നമ്മ എന്തിനു പോന്നെ? എന്തിനു പോന്നെ? ആ കടയിലാ പോന്നെ. ഇത് നമ്മൾ കുട്ടനെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യൂർ എവിടെ പോകുന്നു? മൂന്നാളും കൂടിയിട്ട് നീലേശ്വരം പോകുന്നു. നീലേശ്വരത്ത് വന്ന പരിപാടി. നീലേശ്വരം എന്തെല്ലോ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ എന്തെങ്കിലും ഡ്രസ് എടുക്കണം. നമ്മളിപ്പോ കുട്ടന്റെ എൻഗേജ്മെന്റിന് വേണ്ട ഷർട്ടും പാന്റും വാങ്ങാൻ പോകുന്നു. ഷർട്ട് വാങ്ങാൻ പോകുന്നത് ഞാൻ, അമ്മച്ചി, മുത്തു, അച്ഛൻ. ചെറുപ്പത്തിലുള്ള ഗൂഢമായിട്ടുള്ള എടുക്കാൻ വേണ്ടി നമ്മൾ ഇത്ര ആൾക്കാർ. നമ്മൾ കുട്ടന്റെ കല്യാണത്തിനുള്ള കുട്ടന്റെ നിശ്ചയത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്ന കല്യാണ ചെക്കന്റെ വീട്ടുകാർക്ക് അപ്ഡേറ്റ് കൊടുക്കുന്ന ഗ്രാൻഡ് മദർ. പിന്നെ ഇതാണ് മാരിയമ്മൻ കോയിൽ. കഴിഞ്ഞു 9 മണിക്ക് നമ്മൾ ഇറങ്ങി. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മാവൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പൊ അമ്മാവനെയും കൂടെ പിക്ക് ചെയ്യണം. അമ്മാവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയായിരിക്കും. ഓക്കെ കൂട്ട എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് പുതിയ ലുക്ക്? എങ്ങനെയുണ്ട് മുടി മുറിച്ച ലുക്ക്? കുട്ടൻ ലുക്കായിട്ടുണ്ടോന്ന് കമന്റ് ചെയ്യണം ഗൈസ്. മീശയിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട്. കോഴിക്കോടിലെ നന്ദി ബസാറിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് നമ്മൾ എവിടെ വരെയെങ്കിലും എത്തിയിരിക്കുന്നത്. അമ്മച്ചി ഇതാ കൂളിംഗ് ഗ്ലാസ്സെല്ലാം വെച്ച് ഉറങ്ങുകയാണ്. മുത്തു ഇതാ വെട്ടിയിട്ട് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. കൂട്ടറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോവുകയാണ് ഗൈസ്. നല്ല ട്രാഫിക് ഉണ്ട് ഈ ഭാഗത്തൊക്കെ. വെറുതെ ഒക്കെ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആയിരിക്കെങ്കിലും വരരുത്. നല്ല ട്രാഫിക് ഉണ്ട്. പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. മുത്തോ സേ ഹായ്. ഗായ്സ് നമ്മൾ പന്തീരങ്കാവ് എത്തിരിക്കുകയാണ്. കോഴിക്കോടെല്ലാം കഴിഞ്ഞ് കുറച്ച് കൊയിലാണെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇങ്ങെടുത്തി. ഇത് മുത്തു ഓണായിരിക്കുന്നു. കുട്ടൻ സൈഡായി. ഞാൻ വണ്ടി ഓടിക്കുന്നു. ടോൾ പ്ലാസയിലാണ് ഉള്ളത് ഗൈസ്. ടോൾ പ്ലാസ കുറച്ച് തിരക്കാണ്. നല്ല ഇതുണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക്കുണ്ട്. ഇതൊരു പുതിയ സെറ്റപ്പാണ് ഇവിടുത്തെ ടോൾ പ്ലാസ. നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ 9 മണിയാകുമ്പോഴേക്കും എറണാകുളം എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ ഇനി കൊച്ചിയിലെത്തിയിട്ട് കാണാം ഗൈസ്. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ ചിലപ്പോൾ നിർത്തും. അപ്പോൾ ഇങ്ങനെ കാണാം. പഴമ്പ് തിന്ന മൊത്തം ഷോപ്പൊന്നും ചെയ്യില്ല. കയാക്കിങ് സ്പോട്ടാണെന്ന് തോന്നുന്നു. ഫുൾ സെറ്റപ്പാണ്. കംപ്ലീറ്റ് സെറ്റപ്പ്. ഇവിടെ മാത്രമല്ല പുറത്ത് കൊണ്ട് വേറെ. ഈ കടയിലാണ് വന്നിരിക്കുന്നത്. കൂട്ടൻ്റെ ഡ്രസ്സ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അല്ല റെഡി ആയിട്ടുണ്ട്. ഫുൾ സെറ്റായിട്ടുണ്ട്. നേരെ സ്റ്റീമൊക്കെ ചെയ്ത് അയാളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കോട്ട് എടുക്കുന്നത്. സൂട്ട് എടുക്കുന്ന കുട്ടൻ നമ്മൾ കുറേ ഉണ്ട്. ഇതുപോലത്തെ കുറേ സാധനം, ഒരുപാട് കളക്ഷൻസ് ഉള്ള സ്ഥലമാണ്. ഇതുപോലത്തെ ഒരു
റൈറ്റാണ്, ഇതുപോലത്തെ റൈറ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഗൈസ്. നല്ല ഉണ്ടാവും തോന്നുന്നു. എന്തായാലും പെട്ടെന്ന് വിടണം, സാധനം എടുത്തിട്ട് പെട്ടെന്ന് വിടണം. കോട്ട് കെട്ടിരിക്കുകയാണ് ഗൈസ്. കോട്ട് പൊക്കി കാണിച്ച് അങ്ങനെ അത് സെറ്റായി. കോട്ട് കിട്ടിയ സന്തോഷത്തിൽ കൂട്ടാൻ. യെസ്, 9:30 9:30 കടയടക്കുന്നായിരുന്നു, പക്ഷെ ഫൈനലി കിട്ടിക്കഴിഞ്ഞു. അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചി തെരുവോരങ്ങളിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ കുറെ കാലമായി അല്ല വന്നിട്ട്, ഒരു 2 കൊല്ലം അറിയുന്നു കൊച്ചിയിൽ നേരമാണ് വന്നിട്ട്. കുറെ കാലം മുമ്പ് വന്നെയാണ്. എല്ലാം ഓർമ്മകളൊക്കെ അയവർക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മൊത്തം. നമ്മള് കലൂര് സെയിന്റ് ആന്റണീസ് ചർച്ചിൽ വന്നേക്കാണ്. ഇവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിലൂടെ പോകുമ്പോഴായാലും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരു നല്ലൊരു വൈബുള്ളൊരു സ്ഥലം. അമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാക്കിതോ പൊള്ളല്ല, തൊട്ടാ താഴെ തൊട്ടാ പൊള്ളുണ്ടോ? താഴെ തൊട്ടാ പൊള്ളും. അമ്മച്ചിയും കൂടി കത്തിച്ചു വന്ന് കൈ പിടിച്ചോ. Muthu, where are we? We are in Edapalli Church with Punyalan, St. George, Givargis Punyalan. നമ്മള് പ്രാർത്ഥിച്ച് തൊഴുത് കഴിഞ്ഞിട്ട് പോകാം. ഇനി ഫുഡ് കഴിക്കലാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ പള്ളി പോയി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെ പോകുന്നു കൂട്ടാ? ഇഫ്താർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. കൂട്ടൻ്റെ സ്ഥിരം റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞത്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും പറയല്ലോ കേട്ടോ. അതാ ഡിസ്ക്ലെയിമറൊക്കെ തരുന്നുണ്ടല്ലോ. നമ്മൾ ഇതാ ഓൾമോസ്റ്റ് സമയം ഏകദേശം 1:45 ഗൈസ്. നമ്മൾ ഇപ്പോൾ ഒരു ഘാട്ട് റോഡിലേക്കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. റോഡ് കണ്ടത് വളഞ്ഞ് നല്ല കയറ്റാണ്. പെരിയാറിൻ്റെ തീരങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന റിവറില്ലേ, അത് പെരിയാറാണ്. വശക്കാഴ്ചകൾ നോക്കുവാണെങ്കിൽ ഫുൾ ഇരുട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊന്ന് പകൽ സമയത്ത്, നാളെ തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റോഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയും പൊട്ടി പൊളിഞ്ഞടക്കായിരുന്നു. മഴക്കാലത്തായോണ്ടായിരുന്നു തോന്നുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ തന്നെ ഉറങ്ങിണിച്ച് അച്ഛൻ അമ്മയും ഉള്ള റൂമിലേക്ക് വന്നിരിക്കുകയാണ്. റൂം നോക്കുമ്പോഴത്തേക്ക് വേറെ ലെവൽ റൂം. അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രകൃതി രമണി. വീടെടുത്ത് അതുപോലെ തന്നെ ആക്കിപ്പിക്കും.
ശരിക്കും വരണ ഐസ്കൂട്ടൻ്റെ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ദക്ഷിണ കൊടുക്കുകയാണ് ഇപ്പോൾ. ഇതാ മൊത്തം ഉള്ളത്. മൊത്തം ഇതാ അത്തമ്മ ഫുൾ ടെൻഷൻ അടിച്ച് കിളി പോയിരിക്കുന്ന തോന്നുന്നു. ചിരിക്കുന്നില്ല. അച്ഛൻ തിരിഞ്ഞിരിക്കുന്നു. കൂട്ടനൊന്ന് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചിക്കൻ കാലിൽ സന്തോഷം കാണുന്ന കുട്ടൻ. കൈ ചതഞ്ഞതിൽ വിഷമിച്ചിരിക്കുന്ന ആർച്ച. ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആർച്ചയുടെ ഫാമിലി. അപ്പൊ ഒന്നും എനിക്ക് എന്തിനാന്ന് വേവലാതിപ്പെടുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചി. വേവലാതി ഉണ്ട്, പക്ഷെ എന്തിനാന്ന് മനസ്സിലാവാതിരിക്കുന്ന അമ്മച്ചി. മുട്ടിച്ചൂട്ടെല്ലാം ഇട്ടിരിക്കുന്ന മുത്തു. ചിരിക്കോ അഭിനയ ചക്രവർത്തി വന്ന രാജകീയ ഭക്ഷണമാണ്. ബിരിയാണി, ചിക്കൻ, ബീഫ് സാധനങ്ങളെല്ലാം ഉണ്ട്. അടിച്ച് കയറ്റുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ കഴിക്കുന്നു. ജിമ്മിൽ പോകുന്നൊക്കെ 2 ദിവസത്തേക്ക് മറന്നിട്ടാണ്. അമ്മച്ചി എന്തോ ചിമ്പിച്ചോണ്ട് കഴിക്കുന്നു. അമ്മച്ചി സാധാരണ ചോറ് കഴിക്കുന്നത്. സാധാരണ ചോറും ബീഫോ? കാളനോ? എനിക്ക് വേണമായിരുന്നു. നോക്കാം ഇത് കഴിച്ചിട്ട് നോക്കാം. ട്രൈ ചെയ്യാം. എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യുവമിഥുനങ്ങൾ സംസാരിക്കുകയാണ് സുഹൃത്തുക്കളെ. നശിപ്പിച്ച് കുറച്ച് ബിരിയാണി സാലഡ്. ഇപ്പൊ ഇതിന്റെ ഇതിലെന്താ പ്ലേറ്റില്? പിന്നെ ബിരിയാണി, റൈസ്, പിന്നെ ബീഫ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരടി പൊടി. ഗായ്സ്, ഇതാണ് നമ്മുടെ കുട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കുട്ടി വീഡിയോ. അതിനോ ഇതിൽ കുറേ ക്ലിപ്സൊന്നും ഇല്ല. കുറേ നമ്മൾ മിസ്സായിട്ടുണ്ട് എടുക്കാൻ. കാരണം അറിയാലോ, നമ്മൾ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ കൂടുതൽ ബിസി ആയിരിക്കും. വീഡിയോ എടുക്കുന്നതൊക്കെ ചില സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ എൻഗേജ്മെൻറ്റ് ഇവൻറ്റ് നടന്നത് ആർച്ചയുടെ നാട്ടിലാണ്. അവർ അറേഞ്ച് ചെയ്തൊരു ഇവൻ്റായിരുന്നു ഇത്. ഇവൻറ്റ് വാസ് ഓസം. നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് ഈവൻ ആ ഒരു മൂന്നാർ ഇടുക്കീൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇവൻറ്റും നല്ലൊരു മെമ്മറബിൾ ഇവൻ്റ് ആയിരുന്നു. സോ ഇറ്റ് വാസ് എ ലവ്ലി ഡേ.